ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ യു കെയിൽ തിരിച്ചെത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് പോകുന്ന ഒരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഞങ്ങൾ മൂന്നുപേരും പിന്നെ ചേട്ടനും ചേച്ചിയും മോനും ഒക്കെ കൂടി ആയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ്. വലിയ ട്രിപ്പൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഈവനിങ് ഔട്ടിങ്. 2, 3, 4 പേര് കാണുന്ന എൻ്റെ വീഡിയോയിൽ നിങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ഇട്ടത്. എന്തായാലും റിൻ ചേച്ചി എറണാകുളത്ത് വീട്ടിൽ പോവാണ്. അപ്പോൾ ആ കൂടെ ഞങ്ങളും പോയിട്ട് ബീച്ചൊക്കെ കണ്ട് ഒന്നിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നത് അസ്തമനം ഏകദേശം കാറിലിരുന്ന് തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങൾ ബീച്ചിലെത്തുമ്പോഴേക്കും സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പോകുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. മുസ്രിസ് മുനക്കൽ ബീച്ച്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കിങ്ങനെ ഭയങ്കര ആസ്വദിക്കാൻ പറ്റാത്ത പോലെയുള്ള ജനത്തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് കൂടെ ആയതുകൊണ്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ആളുകളുണ്ട്, എന്നാലും ഒരുപാട് തിരക്കില്ല, അങ്ങനെ ഒരു അന്തരീക്ഷം. അങ്ങനെ ഞങ്ങൾ നേരെ തിരകൾ എണ്ണാൻ പോവുകയാണ് ഗൈസ്. അതിനിടയിൽ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ചയാണ് ഈ പട്ടം പറക്കുന്നത് ബീച്ചിൽ. ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് കാണാനായിട്ട്. ഇതാ 4 വടക്കന്മാർ നിരന്ന് നിൽക്കുന്നു. കടലും തിരയും ബീച്ച് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു പ്രത്യേക ഫീല് തരുന്ന ഒരു സംഭവമാണല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണോ, അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് അസ്തമന സമയത്തൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേക രസമാണ് കടൽ കാണാൻ. നമുക്കിങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിയയും പിന്നെ കുറേ ഇങ്ങനെ മൈൻഡ് റിലാക്സ് ആവുകയും കുറേ കുറേ കാര്യങ്ങളിങ്ങനെ എന്തൊക്കെയോ ഒരു വൈബാണ് മനസ്സിലേക്ക് വരിക അല്ലേ. എന്താ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എന്തായാലും ബീച്ച് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ആ തിര എണ്ണി നിൽക്കാനും വെള്ളത്തിൽ കാല് നനയ്ക്കാനും ഒക്കെ എന്തോ ഒരു പ്രത്യേക സുഖം. അതുവരെ എന്തൊക്കെ ടെൻഷൻ മനസ്സിലുണ്ടെങ്കിലും ബീച്ച് കാണുകയും തിര കാണുകയും അതിലൊന്ന് കാല് നനയ്ക്കുകയും ആ തിരമാലയുടെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ മൈൻഡിലുണ്ടായിരുന്ന ആ ടെൻഷൻസ് എല്ലാം അങ്ങ് എവിടേക്കോ പറന്നു പോകും. അറ്റ്ലീസ്റ്റ് ആ കുറച്ച് നേരം ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണെങ്കിൽ പോലും ഒന്ന് റിലാക്സ്ഡ് ആവും. ആ ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മുടെ കടലിനും തിരകൾക്കും. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു കേട്ടോ. എത്ര കണ്ടാലും എത്ര സമയം നോക്കി നിന്നാലും മടുക്കാത്തൊരു കാഴ്ചയല്ലേ. അങ്ങനെ ആസ്വദിച്ച് നിന്നു. അസ്തമനം കൂടെ കാണേണ്ടതായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി. എന്നാലും സാരമില്ല, ആ ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല. യു കെയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ബീച്ചിൻ്റെ വൈബ് അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഈ തിരക്കൊന്നും അത്രയും ഭംഗിയില്ല അവിടെ. അതുകൊണ്ട് ബീച്ചിലൊക്കെ പോയപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ കടലും തിരയൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാനും ഒന്നും തോന്നില്ല. പക്ഷേ ആ വിഷമവും ഒക്കെ അങ്ങ് മാറിക്കിട്ടി ഒന്ന് ബീച്ച് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ട്രിപ്പ് വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു കേട്ടോ. അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് തുടങ്ങിയപ്പോഴാണ് അയ്യോ ഈ ട്രിപ്പിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ കഷ്ടപ്പെട്ട് സമയമൊക്കെ കണ്ടെത്തി എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ.
അങ്ങനെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ചു കയറി ഇനി ഒരു ചായ കുടിക്കാം എന്നുള്ള ഐഡിയയിലാണ് നടക്കുന്നത്. അവിടെ കുറേ ചായക്കടയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിലേറെ ഏതിലെങ്കിലും ഒന്ന് കയറി ചായയൊക്കെ കുടിക്കണം. അങ്ങനെ ചായയും കടികളൊക്കെ എത്തി. ചായയും കായ് ബജിയും മുട്ട ബജിയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് പിന്നെ കായ് ബജി ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മുട്ട ബജിയാണ് കഴിച്ചത്. നല്ല ചൂട് ചായയും ബജിയും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല തിരകളുടെ എരമ്പും ഒക്കെ ആയിട്ട് അടിപൊളി വൈബ്. ഈ ചായ മസ്റ്റാണ് കേട്ടോ. You don't like to be in my video. That's why I don't have any subscribers. If you come in my video, then I'll get enough subscribers. 100 million. 2 subscribers. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനൊരു പ്രത്യേക രസമല്ലേ. ഇനി മെയിനായിട്ട് പിള്ളേർക്കുള്ള ടൈമാണ്. ഒരാൾക്ക് കാറ്റാടി വേണം, ഒരാൾക്ക് പമ്പരം വേണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബബിൾസൊക്കെ പറത്തിച്ച് അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയാണ് ഇനിയത്തെ നമ്മൾ പരിപാടി. ഓൾറെഡി അവർ ഹാപ്പിയാണ് കേട്ടോ ബീച്ചിൽ വന്നിട്ട്. കുറച്ച് എക്സ്ട്രാ ഹാപ്പിനെസ് കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ റിച്ചുവിന് കാറ്റാടിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവന് അത് മതി എന്ന് പറഞ്ഞു. നെയ്തനാണെങ്കിൽ കാറ്റാടി വേണ്ട, പട്ടം മതി എന്നുണ്ട്. പട്ടം ഇപ്പോൾ വേറൊരു സ്ഥലത്തായതുകൊണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ കളിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവർ വാങ്ങാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവരെ കളിപ്പിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടെ അവിടെ അങ്ങനെ നിന്നു. ഇനി നെയ്തന് പട്ടം പറത്താനുള്ള ഒരു അവസരം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഒരു നല്ല പട്ടമൊക്കെ നോക്കി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ നെയ്തനെ പട്ടം പറത്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. പറയുന്നതൊക്കെ ശരി, ഞാനിതുവരെ പട്ടം പറത്തിയിട്ടില്ല, അത് വേറെ കാര്യം. കണ്ട് നോക്കി നിന്നിട്ടേ ഉള്ളൂ ഇതുവരെ. അതിൽ നടക്കുന്ന വഴിയൊക്കെ ഇതുപോലെ എക്സസൈസ് മെഷീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിലെല്ലാം കയറി ട്രൈ ചെയ്ത് നോക്കുന്ന ഫിറ്റ്നസ് ഫ്രീക്കുകളായ അപ്പനും മോനും. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ ഒരു അറ്റത്ത് പ്ലേ ഏരിയ കണ്ടത്. അപ്പം പിന്നെ അവിടെ പോവാതെ രക്ഷയില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെയും കൂടെ കളിച്ചിട്ടാണ് ഇവരെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയത് കേട്ടോ. പിന്നെ മക്കളുടെ സന്തോഷം അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഒരുവിധം അവരുടെ കളിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഊഴമായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ എല്ലാ ഹോട്ടലിലും വൻ ക്യൂ. അങ്ങനെ തപ്പി 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 ബാക്കി അവസാനം തിരക്കില്ലാത്തൊരു ഹോട്ടൽ നോക്കിയാണ് നമ്മുടെ താൽ റെസ്റ്റോറൻറ്റിൽ കയറിയത്. ഫുഡൊക്കെ നല്ലതായിരുന്നെങ്കിലും അവിടുത്തെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മൊത്തം എനർജി കളയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം. കസ്റ്റമർ കെയർ ഭയങ്കര മോശമായിരുന്നു. അതുപോലെ അവർ ഓർഡർ എടുക്കുന്നത് ഒട്ടും ശ്രദ്ധിക്കാതെ ഓർഡർ എടുത്തിരുന്നത്. ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾക്ക് തിരുത്തി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഒരു വെൽ സ്പെൻറ്റ് ഈവനിങ്. നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.